രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിൽ രാഹുൽ ഒളിവിൽ പോയ കഴിഞ്ഞ വ്യാഴാഴ്ചയിലെ ദൃശ്യങ്ങളാണ് നീക്കം ചെയ്തിരിക്കുന്നത്. രാഹുലിനായി കൂടുതലിടങ്ങളിൽ പോലീസ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നു. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ രാഹുൽ തിരുവനന്തപുരത്ത് എത്തിയെന്ന രീതിയിൽ നീക്കം നടത്തിയെന്നും കണ്ടെത്തി. ഐഷത്ത് ഉൽ ഷംന പാലക്കാട് നിന്ന്. ഷംന, ശരിക്കും ഇത് ഡിലീറ്റ് ചെയ്താലും ഇതിൻ്റെ ആഴങ്ങളിൽ പോയി വേണമെങ്കിൽ നമ്മൾ എൻ്റെ ഭാഷ ഐസ്രാക്കോണം അവിടെ വരെ ഉണ്ട് സർവർ, അവിടെ വരെ പോയിട്ട് ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയില്ലേ? തീർച്ചയായും അത്തരമൊരു സാധ്യത തന്നെയാണ് ഇനി ഈ അന്വേഷണ സംഘം തേടുന്നത്. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, യുവതി മൊഴി നൽകിയ ദിവസങ്ങളിലെ ഈ CCTV ദൃശ്യങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല. കഴിഞ്ഞ ഒരു മാസത്തെ ദൃശ്യങ്ങൾ മാത്രമാണ് ഈ അന്വേഷണ സംഘത്തിന് ലഭ്യമായത്. അത് ഈ CCTVക്ക് ബാക്കപ്പ് കുറവായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇതിൽ ചില നിർണായക ദൃശ്യങ്ങൾ, അതായത് വ്യാഴാഴ്ച കണ്ണാടിയിൽ പ്രചരണത്തിനിടെയാണ് രാഹുലിനെതിരെ കേസ് വരുന്നത്. അന്ന് തന്നെ ഈ ഫ്ളാറ്റിലെത്തി ഔദ്യോഗിക വാഹനം ഫ്ളാറ്റിൽ നിർത്തി മറ്റൊരു വാഹനത്തിൽ കയറിയാണ് രാഹുൽ പോകുന്നത്. ഈ ദൃശ്യങ്ങൾ അടക്കമാണ് ഈ അന്വേഷണ സംഘം ഇന്നലെ ശേഖരിച്ചിരുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഇടയിലാണ് ഈ ദൃശ്യങ്ങൾ മാത്രം, ഈ രാഹുൽ എത്തി ഈ വാഹനം മാറിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങൾ മാത്രം ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. ഇത് ഈ ഫ്ളാറ്റിലെ അപ്പാർട്ട്മെന്റിലെ കെയർ ടേക്കറെ സ്വാധീനിച്ച് ഡിലീറ്റ് ചെയ്തു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. എന്തായാലും ഈ കെയർ ടേക്കറെ ഇന്ന് ചോദ്യം ചെയ്യും. മറ്റൊരു വിവരമുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഈ രാഹുൽ തിരുവനന്തപുരത്ത് എത്തി എന്ന തരത്തിലുള്ള ഒരു വാർത്ത വന്നിരുന്നു. ഈ ജാമ്യാപേക്ഷയിൽ രാഹുൽ ഒപ്പിട്ടു, നേരിട്ടെത്തി ഒപ്പിട്ടു എന്നായിരുന്നു അഭിഭാഷകൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം ഈ അന്വേഷണ സംഘത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ മനഃപൂർവ്വം അത്തരമൊരു കഥയുണ്ടാക്കി എന്ന് തന്നെയാണ് ഇപ്പോഴും നിഗമനം. ഈ ഒപ്പിട്ടത് നേരത്തെ ഒപ്പിട്ടതോ അല്ലെങ്കിൽ ഈ പാലക്കാട് തന്നെയുള്ള മറ്റാരുടെയെങ്കിലും കയ്യിൽ ആ അപേക്ഷ കൊടുത്തുവിട്ടതാകാം എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഔദ്യോഗിക വാഹനം മാറി മറ്റൊരു വാഹനത്തിലാണ് രാഹുൽ ഒളിവിലേക്ക് പോകുന്നത്. ഈ ഒരു വാഹനത്തിനെ കുറിച്ച് ചില നിർണായക വിവരങ്ങൾ കൂടി ഇന്നലെ ചോദ്യം ചെയ്യലിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഒരു ചുവന്ന പോളോ കാറിലാണ് രാഹുൽ രക്ഷപ്പെടുന്നത്. ഈ കാറ് സ്ഥിരമായി അവിടെ ഇല്ല എന്നാണ് ഇപ്പോൾ ഈ രാഹുലിന്റെ കൂടെ ഉണ്ടായിരുന്ന PA ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതായി ഇപ്പോൾ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഈ കാറ് തലേ ദിവസമാണ്, അതായത് രാഹുൽ ഒളിവിൽ പോകുന്നതിന് തലേ ദിവസമാണ് പാലക്കാട് എത്തുന്നത്. ആ കാറ് ആരുടെ ആണെന്ന് അറിയില്ല. ഇത് സ്ഥിരമായി കൂടെ ഉണ്ടാവാറില്ല. ആ കാറ് അന്ന് എത്തി, അതിനുശേഷം രാഹുൽ അതിൽ കയറിപ്പോയി. എങ്ങോട്ടാണ് പോയതെന്നോ ആ കാർ ആരുടെ ആണോ എന്നതോ സംബന്ധിച്ചൊന്നും ഒരു വിവരവും ഇവർക്കില്ല എന്നാണ് ഈ പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിർണായകമായ ചില വിവരങ്ങൾ തന്നെയാണ് ഇന്നലെ ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തിന് ലഭ്യമായതെന്നാണ് സൂചന. ഒപ്പം തന്നെ ഈ ചുവന്ന പോളോ കാർ ഇത് സഞ്ചരിച്ച വഴി കേന്ദ്രീകരിച്ചായിരിക്കും ഇനി അന്വേഷണം ഉണ്ടാവുക. ഈ നഗരങ്ങളിലൂടെയുള്ള CCTV ദൃശ്യങ്ങൾ എന്തായാലും അന്വേഷണ സംഘം ശേഖരിക്കും. മറ്റൊന്ന്, രാഹുൽ കോയമ്പത്തൂർ എന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ബാംഗ്ലൂരിൽ എന്ന ഒരു വിവരം കൂടി അന്വേഷണ സംഘത്തിനുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ഇനി അന്വേഷണം നടത്തും, തിരച്ചിലുണ്ടാകും. എന്തായാലും ഈ നിർണായകമായ ചില CCTV ദൃശ്യങ്ങൾ അതെന്തായാലും ഇപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിലാണെങ്കിൽ കൂടി അത് വിദഗ്ധ സഹായത്തോടു കൂടി അത് തിരിച്ചെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.